ഐഡിയ സ്കീമിന്റെ ഒരു ട്രയൽ ടെസ്റ്റ് നമുക്കിപ്പോൾ എൻട്രൻസ് കമ്മീഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇല്ല. ആദ്യം അപ്ലൈ ചെയ്ത വളരെ കുറച്ച് പേർക്കാണ്, വില്ലിംഗ് കൊടുത്ത വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ആ ഒരു അഡ്മിറ്റ് കാർഡും ഒക്കെ നമുക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള അവസരം LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വിമൻ പൂജപ്പുര അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതിനൊക്കെ വളരെ മുമ്പ് മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുള്ള കുറച്ച് കോളേജുകളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് LBS പൂജപ്പുര അവരുടെ ഡേറ്റ് കഴിഞ്ഞതായിട്ടാണ് 11-ാം തീയതി കഴിഞ്ഞതായിട്ടാണ് കാണിച്ചത്. പക്ഷെ ഇപ്പോൾ വീണ്ടും അവരൊരു മോക്ക് ടെസ്റ്റിന് നമുക്ക് അവസരം തന്നിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്യണം കേട്ടോ. അപ്പൊ മോക്ക് ടെസ്റ്റ് വന്നേക്കുന്നത് 25/5/2024 1:30 മുതൽ 4:30 വരെയുള്ള ടൈമാണ്. അതായത് എൻട്രൻസ് കമ്മീഷൻ നടത്തുന്നത് 25-ാം തീയതി തന്നെയാണ്, പക്ഷെ രാവിലെയാണ്. ഇവരെ നടത്തുന്നത് 1:30 മുതൽ 4:30 വരെയുള്ള ടൈമാണ്. നിങ്ങൾ ഇവിടെ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഇന്ന് 5 മണി വരെയാണ് രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ 5 മണി കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നതെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വെബ്സൈറ്റിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കിയേക്കാം കേട്ടോ. 5 മണി വരെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ഈ എക്സാം എഴുതാനുള്ള മോക്ക് ടെസ്റ്റിന്റെ ലിങ്ക് നിങ്ങളുടെ മെയിലിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ നിങ്ങൾ സ്പാമും ത്രാഷൊക്കെ നോക്കണം. ഇനി ഇൻ കേസ് ഈ 25-ാം തീയതി ഈ 1:30-ക്കുള്ളിൽ 1:30 ആവാൻ നിൽക്കണ്ട, രാവിലെ ആയിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഒന്നും അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പേഴ്സ് ഉണ്ട്, 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ല ഇനി ഈ പറയുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനുണ്ടോ എങ്കിലോ ഒക്കെ ഇവിടെ 3 നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇവര് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു എക്സാം നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതി ഒന്ന് പരിചയമാവാൻ വേണ്ടി ആ ട്രയൽ ടെസ്റ്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ കീമിന്റെ ടെസ്റ്റ് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മോഡൽ എക്സാം നടത്തുന്നത് അല്ലെങ്കിൽ ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. ആ ഒരു ടൈപ്പും അല്ലെങ്കിൽ ആ ഒരു സമയത്തിലും ഒക്കെയാണ് നിങ്ങൾക്ക് നടത്തുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ മിസ്റ്റേക്ക് ഒന്നും വരാതെ എക്സാം എഴുതാമെന്ന് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് എഴുതിയാലും നിങ്ങളിപ്പോൾ സെന്ററിൽ പോയിരുന്ന് എഴുതിയാലും ഒരു കമ്പ്യൂട്ടറിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും എങ്ങനെയെന്നുള്ളത്. അപ്പൊ ഇവിടെ 2 സ്ഥലത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒരു ലിങ്ക് തന്നെയാണ്. ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ഇംഗ്ലീഷിലും രജിസ്റ്റർ ചെയ്യുവാനെന്ന് പറഞ്ഞ് മലയാളത്തിലും കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, സൈറ്റ് എന്തോ ഒരു ഇതാണ്. പക്ഷെ ആ ഗൂഗിൾ ഫോം നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, PCMന്റെ മാർക്ക്, പിന്നെ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. മെയിൽ ID ചോദിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു കാരണം ഇതിന്റെ ലിങ്ക് വരുന്നത് നമ്മുടെ മെയിലിലേക്കാണ്. സോ മെയിൽ ID കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, പിന്നെ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട്, PCMന്റെ മാർക്ക്, ഈ ഒരു പറഞ്ഞ രീതിയിൽ കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബ്രാഞ്ചാണ് ചൂസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് വിത്ത് എനി ടൈപ്പ് ഓഫ് സീറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറിറ്റ് സീറ്റ് ആണെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അത് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് കൊടുക്കുക. മെറിറ്റ് സീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മെറിറ്റിലുള്ള സീറ്റ് മാത്രമാണ്. ഇപ്പൊ LBSന്റെ കേസിൽ മെറിറ്റ് ഫീസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 35 to 45,000 40 ഒക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കത് നോക്കണം. പിന്നെ എനി ടൈപ്പ് ഓഫ് സീറ്റ് എന്ന് പറയുന്നത് അതിൽ മെറിറ്റ് സീറ്റും വരും, ഫുൾ മെറിറ്റ് അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റും വരും, NRI സീറ്റും വരും. അപ്പൊ അത് ആലോചിച്ചൊന്ന് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ഇതായിട്ട് ബന്ധം ഉണ്ടാവില്ല, പക്ഷെ അത് നിങ്ങളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക മാത്രം. പിന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള അഡ്രസ്സ്, ഫോൺ ഓർ മൊബൈൽ നമ്പർ, അപ്പോൾ വാട്സപ്പ് ഉള്ള നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മെസ്സേജുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്നത് അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പ് ഉള്ള ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 5 മണി വരെയാണ് നിലവിൽ ഒരു സമയം പറഞ്ഞേക്കുന്നത്. കാരണം ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് രജിസ്ട്രേഷൻ ഫോർ കീ മോക്ക് ടെസ്റ്റ് ഓൺലൈൻ എക്സാം, ലോഗിൻ ക്രെഡൻഷ്യൽ ഫോർ കീ മോക്ക് ഓൺലൈൻ ടെസ്റ്റ് വിൽ ബി സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മെയിൽ ID. അതായത് അത് നിങ്ങളുടെ മെയിലിലേക്ക് അയക്കും എന്ന് പറയുന്നു. പിന്നെ ഇവിടെ നോട്ടീസ് പറയുന്നത് രജിസ്ട്രേഷൻ ഫോർ കീ മോക്ക് ടെസ്റ്റ് ഓൺലൈൻ എക്സാം വിൽ ബി ക്ലോസ്ഡ് ഓൺ 24th 5 PM എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് 5 മണിക്ക് ക്ലോസ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആവും, അതിലേക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.